ഇതെന്ത് ഐറ്റം എന്ന് മനസ്സിലായോ? ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ ചക്കക്കുരു ചുട്ടതാണ് കേട്ടോ. ഈ ചക്കക്കുരു നമ്മളിങ്ങനെ അടുപ്പിൽ ചൂട് ചാരത്തിനകത്ത് പൊഴുത്തി വെച്ചിട്ട് അത് വേവിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചില ചടങ്ങുകളൊക്കെ വീട്ടിലിടയ്ക്ക് നടക്കാറുണ്ട് കേട്ടോ. ഇത് ചക്കക്കുരുവൊക്കെ ചുട്ട് തിന്നുക, ചേമ്പ് ചുട്ട് തിന്നുക, ഏത്തയ്ക്ക, പഴുത്ത ഏത്തയ്ക്ക അല്ലെങ്കിൽ പച്ച ഏത്തയ്ക്കയായാലും ചുട്ട് തിന്നുക, ആഞ്ഞിലിക്കുരു വറുത്ത് തിന്നുക, അങ്ങനെ ചില ഐറ്റംസൊക്കെ ഈ മഴക്കാലം ആകുമ്പം പ്രത്യേകിച്ച് ഉണ്ടാകുന്നതാണ്. ഇപ്പം ചക്കക്കുരുവൊക്കെ ഉള്ള സമയത്ത് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടമാവും. നമ്മൾ എണ്ണയോ ഒന്നും ചേർക്കാതെ നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സാധനമല്ല, നല്ല ചൂടാണ് കേട്ടോ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. കഴിക്കാനെടുത്തപ്പോൾ എത്ര എണ്ണം നമ്മളിങ്ങനെ ചുട്ടെടുത്താലും ഉണ്ടല്ലോ, അത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പകുതിയേ കാണത്തുള്ളൂ. കാരണം ഈ എടുക്കുന്നത് നമ്മളങ്ങ് കഴിക്കും കേട്ടോ. ഞാനൊരു 10-20 എണ്ണമൊക്കെ എടുത്താലും ഒരു 6-7 എണ്ണമൊക്കെ മിച്ചം വരാറുള്ളൂ എല്ലാവർക്കും വീതിക്കാനായിട്ട്. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിച്ച് നോക്കും. ഒരെണ്ണം വെന്തോന്നറിയാൻ കഴിച്ച് നോക്കും, ഒരെണ്ണം നല്ലതാണോ എന്നറിയാൻ കഴിച്ച് നോക്കും. ലാസ്റ്റ് എന്നെ കാണുമൊന്നുമില്ല. അങ്ങനെയായി ഞാൻ ഒന്ന് കഴിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഓർക്കുന്നത് വൈകിട്ട് പിള്ളേർക്കും കൂടെ ഒന്ന് കൊടുക്കാം. ഇത് ഞാൻ അല്ലാതെ എടുത്തതാണ് കേട്ടോ. അപ്പം നല്ല മഴ പെയ്തിങ്ങനെ നല്ലതായിട്ട് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ മാറി കേട്ടോ. നല്ല ഇങ്ങനെ ഈ കാലാവസ്ഥയിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പം എന്നെ കുറ്റം പറയാൻ പറ്റുമോ ഇങ്ങനെ ചക്കക്കുരുവൊക്കെ ചുട്ട് തിന്നാൻ വേണ്ടിയിട്ട് തോന്നിയാൽ? അപ്പം രാത്രിയിലും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ഇത് ചുട്ടിട്ടുണ്ട്. കൊച്ചുങ്ങളെയൊക്കെ കാണിക്കാനായിട്ട് അന്നേരം എടുത്താൽ ഇതുമാതിരി ഞാൻ നിങ്ങളെ ലാസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ സംഭവം കിട്ടാൻ വഴിയില്ല. കാരണം ആരുടെയും കുറ്റമല്ല കേട്ടോ. ഇത് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. പറങ്ങാണ്ടിയൊക്കെ ചുട്ട് തന്നിട്ടില്ലേ, അപ്പോൾ അതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഒരു 5 എണ്ണോ 6 എണ്ണോ ഒക്കെ വെച്ചിട്ട് ഞാൻ എണ്ണി പറക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവർക്കൊരു 2-3 ഒക്കെ വെച്ചിട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പം ചിലതിങ്ങനെ കരിഞ്ഞു പോകും കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാൽ മതി. അത് കരിയുന്നതിന് ഒരു ടേസ്റ്റാണ് കേട്ടോ. ഒത്തിരിയും കരിഞ്ഞു പോകുന്നതിനല്ല, ചെറുതായിട്ടൊരു കരിവൊക്കെ ഉണ്ടാകുന്നതും നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെയൊക്കെ ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് കഴിച്ചുകൂടെ നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.